അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുറുദ നമുക്ക് അർത്ഥമറിഞ്ഞു ചൊല്ലാം. എപ്പിസോഡ് 5. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം محلتني النصح لكن لست أسمعه إن المحب عن العذال في صممي മഹൽതനി നീ എന്നോട് ആത്മാർത്ഥത കാണിച്ചു, അന്നുസ്ഹ ഉപദേശത്തിൽ, ലാക്കിൻ പക്ഷേ, ലസ്തു ഞാൻ ആയിരുന്നില്ല, അസ്മഉഹു അത് കേൾക്കുന്നവൻ, ഇന്നൽ മുഹിബ്ബ നിശ്ചയം അനുരാഗി, അനിൽ ഉദ്ദാലി യാശനിക്കാരുടെ കാര്യത്തിൽ, ഫീ സ്വമമി ബധിരനായിരിക്കും. ആത്മാർത്ഥമായി നീ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷേ നിന്റെ ഉപദേശം ഞാൻ കേട്ടിരുന്നില്ല. കാരണം ആക്ഷേപകർക്കു മുന്നിൽ അനുരാഗിയെന്നും ബധിരനായിരിക്കുമല്ലോ. കവിയുടെ ആരോപണം ആത്മാർത്ഥമാണെന്ന് കാമുകി ഇവിടെ സമ്മതിക്കുകയാണ്. നിങ്ങളുടെ ഉപദേശം സത്യസന്ധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെയുള്ള ഒന്നും കേട്ടിരുന്നില്ല. കാരണം ഞാൻ ബധിരനായിരുന്നു. പ്രേമത്തിന് കണ്ണും കാതുമില്ലെന്ന് പറയാറില്ലേ? ആക്ഷേപകർക്കു മുമ്പിൽ അനുരാഗിയെന്നും ബധിരനായിരിക്കും എന്ന് ഒരു പൊതു സത്യമാണ്. ഇമാം അഹ്മദ്, ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഒരു വസ്തുവിനോടുള്ള നിങ്ങളുടെ അമിത സ്നേഹം നിങ്ങളെ അന്ധനും ബധിരനുമാക്കും. എല്ലാം സമ്മതിക്കാൻ പിന്നീട് അയാൾ നിർബന്ധിതനായി. സ്വപ്ന ലോകത്തു നിന്നും മടങ്ങി വന്ന് പച്ചയായ ചില സത്യങ്ങൾക്കു മുമ്പിൽ അയാൾ തല കുനിക്കുകയാണ്. ഗൗരവമേറിയ ഒരു വിഷയത്തോട് ആ സമ്മതത്തെ താരതമ്യം ചെയ്യുകയാണ് ഇനി കവി ചെയ്യുന്നത്. ഞാൻ ഇത്തഹംതു ഞാൻ തെറ്റിദ്ധരിച്ചു, നസീഹ ഉപദേശത്തെ, അശൈബി നരയുടെ, ഫി അദലിൻ ആക്ഷേപത്തിൽ, വശൈബു നരയോ, അബ്അദു വളരെ അകലെയാണ്, ഫി നുസ്ഹിൻ ഉപദേശത്തിന്റെ കാര്യത്തിൽ, അനിത്തുഹമി തെറ്റിദ്ധാരണയിൽ നിന്നും. ആക്ഷേപത്തിന്റെ കാര്യത്തിൽ നരയുടെ ഉപദേശത്തെ ഞാൻ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ ഉപദേശത്തിന്റെ വിഷയത്തിൽ നര എന്നത് തെറ്റിദ്ധാരണയിൽ നിന്നും വളരെ അകലെയാണ്. ആകുന്ന അപരൻ ഉപദേശകനായ കവിയോട് പറയുന്നു: സുഹൃത്തെ, നീ അടക്കം സ്വപദേശവുമായി വന്ന എല്ലാവരെയും ഞാൻ തെറ്റിദ്ധരിച്ചു. ആയുസ് അതിക്രമിച്ചു. പുണ്യം ചെയ്യുവാൻ ഇനിയും വൈകുന്നത് അപകടമാണ്. ഒരാൾ ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അസൂയയോ വിദ്വേഷമോ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവാൻ എന്ന് ന്യായമുണ്ട്. എന്നാൽ നര ഇതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമാണ്. വാർദ്ധക്യകാലത്ത് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മുന്നറിയിപ്പ് തരുന്ന നര സത്യസന്ധനായ സുവിശേഷകനാണ്. ചോരത്തിളപ്പിന്റെ കാലം കഴിഞ്ഞുവെന്നും വീണ്ടു വിചാരത്തിനു സമയമായിരിക്കുന്നുവെന്നും മരണാനന്തര ജീവിതത്തിലേക്കുള്ള വല്ലതും സമ്പാദിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങണമെന്നും നരകൾ ഓരോരുത്തരും വിളിച്ചു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ: ചിന്തിക്കുന്നവന് ചിന്തിക്കാനുള്ള ആയുസ്സ് നാം തന്നില്ലേ? മുന്നറിയിപ്പുകാരൻ നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു എന്ന വിശുദ്ധ വചനത്തിലേക്കും
കവിയുടെ ഈ വരികൾ സൂചനയുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹും മറ്റും പണ്ഡിതന്മാർ ഇവിടത്തെ ഈ ആയത്തിലുള്ള മുന്നറിയിപ്പുകാരൻ എന്ന് പറഞ്ഞത് നരയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നും നിവേദനം ചെയ്ത അഭിപ്രായത്തിലും ഇവിടത്തെ മുന്നറിയിപ്പുകാരൻ നര തന്നെയാണ് ദുററുൽ മൻസൂറിൽ നമുക്ക് കാണാൻ കഴിയും. കാവ്യത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ പരസ്പരം സംവാദത്തിലേർപ്പെട്ടിരിക്കുന്ന രണ്ടുപേരെ നാം കണ്ടു. ഒന്ന് ദുഃഖിതനായ കാമുകനും രണ്ട് ഉപദേശകനായ കവിയുമാണ്. കവിയുടെ ആത്മാവ് തന്നെയാണ് ദുഃഖിതനായ കാമുകൻ എന്നത് വായനക്കാർ മറക്കരുത്. യഥാർത്ഥ പ്രമേയം പ്രവാചക സ്നേഹമാണെന്ന് മനസ്സിലാക്കിയിരിക്കുമല്ലോ. ഇനി മുതൽ രണ്ടുപേരെയും ഒന്നായി കാണണം. ബുറുദയെ നാം 10 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് കടക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.